ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും ലിറ്റിൽ ഫാമിലി അറ്റ് 123 കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പല്ലി മീൻ ഫ്രൈ ആണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഫ്രൈ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വീഡിയോ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ രീതിയിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് കുക്കിംഗ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് മീൻ വെട്ടി ഫ്രൈ ചെയ്യാം. നമുക്കപ്പോൾ ഇതുപോലെ ഒരു അടിപൊളി മീൻ ഫ്രൈ നമുക്ക് തയ്യാറാക്കി എടുക്കാം. നമ്മൾ 1 കിലോ ചെമ്പല്ലി മീനാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 4 ചെറിയ വെളുത്തുള്ളി നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്തിട്ട് നമുക്കിത് പേസ്റ്റാക്കി എടുക്കണം. ഇത് മിക്സിയിലിട്ട് നമുക്ക് പേസ്റ്റാക്കി അരച്ചെടുക്കണം. 1 കിലോ മീനാണ് ചെമ്പല്ലി മേടിച്ചത്. പിന്നെ തലയും പാലും പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇത്രയേ ഉള്ള സാധനം 3 പീസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ ഈ ഇഞ്ചി എടുക്കുമ്പോൾ നമുക്ക് ആ ഇഞ്ചിയുടെ തൊലിയും കൂടി ഇച്ചിരി ഇടുന്നത് നല്ലതാണ്. ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വല്പം തൊലിയും കൂടി ഇട്ടിട്ടാണ് ഞാനത് ചെറുതായിട്ട് ചെന്നിട്ട് തൊലിയും കൂട്ടിയിട്ട് ആണ് ഇതെനിക്ക് പേസ്റ്റാക്കി എപ്പോഴും ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് മിക്സിക്കകത്തോട്ട് സ്വല്പം വെള്ളം കൂടി കൂട്ടി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ വെട്ടി വെച്ച മീനായിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. അത് നമുക്ക് മസാല നമുക്ക് അകത്ത് തേച്ച് പിടിപ്പിക്കാം. ഇത് തിരിച്ച് മറിച്ച് വിട്ട് നല്ലതായിട്ട് അങ്ങോട്ട് വരഞ്ഞു കൊടുക്കുക. അതുപോലെ 3 മീനും വരഞ്ഞു കൊടുക്കുക. ഇതുപോലെ അങ്ങോട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് വരഞ്ഞ് അങ്ങോട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് വരഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇത് വാഷ് ചെയ്യണേ, വൃത്തിയാക്കണം. നമ്മളതൊന്ന് മുറിച്ചാണ്ട് ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് ഇത് തവയാണ് വെച്ചേക്കുന്നത്. തവയ്ക്കകത്ത് ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നു. ഫ്രൈ ആകുമ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചപ്പോൾ ഇത്ര നേരം. ഇനി നമ്മൾ ഇളക്കാൻ നേരമാണ് ഗ്യാസ് ഓൺ ആക്കിയത്. അത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. തവയാണ്ട് പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും മസാലക്കൂട്ട്. അപ്പം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ മൂപ്പിച്ചെടുക്കുന്നത് നമുക്ക് മീൻ ഫ്രൈക്ക് ഏറ്റവും ഗുണകരമായിട്ട് നല്ലതായിട്ട് ടേസ്റ്റ് ഒക്കെ കൂടാനായിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് മസാല വേണ്ട ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിലോട്ട് ഇടുക. മസാലക്കൂട്ട് അങ്ങോട്ട് പൊടിയിട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഉപ്പിച്ചൂട് വേണ്ടി വരും. അപ്പോൾ നമ്മൾ സ്വല്പം ഞാൻ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഇതുപോലെ ആ ഒരു മസാലക്കൂട്ട് നല്ലതായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഉപ്പിച്ചൂട് ആവശ്യം വരും. നമുക്ക് ചൂട് എല്ലാം ഇളക്കി മിക്സ് ആക്കി ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പിന് കുറവുണ്ടായിരുന്നു. ഒരു നുള്ളു ഉപ്പ് കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. 1 കിലോ മീനല്ല, അപ്പം അതിനൊക്കെ ചൂട് ഉപ്പ് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് നോക്കിയപ്പം ഉപ്പ് കറക്റ്റായിരുന്നു. പിന്നെ ഇപ്പോൾ നല്ലതായിട്ട് പേസ്റ്റാക്കി നല്ലതായിട്ട് മിക്സാക്കി കൂടെ വെച്ചു. നമ്മുടെ മസാലക്കൂട്ട് എന്നൊരു അടിപൊളി മസാലക്കൂട്ട് ഇവിടെ റെഡിയായി കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്കിത് ഓരോ മീനിലേക്കും തേച്ച് പിടിപ്പിക്കണം. ഓരോന്നും എടുത്ത് ആദ്യം നമുക്ക് വരഞ്ഞ് വെച്ചേക്കുന്ന അതിലേക്ക് നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് നല്ലതായിട്ട് അങ്ങോട്ട് അരച്ച് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. നല്ലതായിട്ട് മസാല അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. മസാലക്കൂട്ട് നമ്മളെടുത്ത് കറക്റ്റ് തന്നെ കേട്ടോ. 3 മീനും കറക്റ്റ് മസാലയായിരുന്നു. ഒട്ടും അധികമൊന്നും വന്നില്ല. കറക്റ്റായിട്ട് തന്നെ എല്ലാം 3 മീനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് അങ്ങോട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ അകത്തും എല്ലാം ഇതുപോലെ അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക. കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല കളറും കൂടെ കിട്ടുന്നുണ്ടോ. എന്നൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. നമ്മൾ ഇതുപോലെ നല്ലതായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. നല്ലതായിട്ട് അകവും പുറവും അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് അങ്ങനെ 3 മീനും അങ്ങോട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് വെക്കുക. നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ 3 മീൻ നമ്മളതുപോലെ മറ്റേ സൈഡിൽ കഴിക്കാൻ നമ്മുടെ മീനിൻ്റെ പരിഞ്ഞിലാണ്. ആ പരിഞ്ഞിയിൽ നമുക്ക് വറക്കുന്നതും നല്ല ടേസ്റ്റുള്ള ഐറ്റം തന്നെയാണ്. അപ്പോൾ നമ്മളത് പരിഞ്ഞിയിൽ നമ്മൾ വറക്കാൻ വേണ്ടി വെച്ചതാണ് മീൻ വെട്ടിയപ്പം. അപ്പോൾ നമ്മൾ മീൻ ഇതുപോലെ എല്ലാം തേച്ച് പിടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫ്രിഡ്ജ് നമ്മളൊരു 1/2 മണിക്കൂർ വെക്കുന്നുണ്ട്. ഫ്രീസർ വെക്കണ്ട, താഴെ വെച്ചാൽ മതി. ഒരു 1/2 മണിക്കൂർ സെറ്റായി കിട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. 1/2 മണിക്കൂർ കഴിഞ്ഞു.
നമ്മൾ പാൻ എടുത്തു, ഓയിൽ ഒഴിച്ചു, ഓരോ മീനും ഇതുപോലെ നമ്മൾ തിരിച്ചും മറിച്ചു വിട്ട് ഫ്രൈ എടുക്കുക. ഞാൻ 2 മീൻ, വലിയ മീനായതുകൊണ്ട് 2 മീനെ അതിനകത്ത് കിടക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 2 മീനും തിരിച്ചും മറിച്ച് വിട്ടിട്ടുണ്ട്. നല്ലതായിട്ട് ഒത്തിരി ഫ്രൈ ചെയ്തിട്ടുണ്ട്. എന്നാലൊരു നമുക്ക് മനസ്സിലായിട്ട് കരിഞ്ഞു പോകാതെ നമുക്കൊരു കൂട്ടാൻ പരുവായിട്ടുള്ള രീതിയിൽ എടുക്കുക. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ഇവിടുത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻറ്റും അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റാണ് എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്താ സാധനം കൊണ്ടല്ലോ ഹൈപ്പ് ചെയ്യുക. അപ്പം കുറച്ച് പേരിലേക്ക് കൂടെ വീഡിയോസ് എത്തിപ്പെടാൻ സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.